നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ആർട്ടിസ്റ്റുകളാവുമ്പം കുറച്ച് ഡയറക്ടേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്യണം എന്നൊക്കെ ആഗ്രഹം എല്ലാ ആളുകൾക്കും ഉണ്ടാവും. സോ നമ്മളെല്ലാവരും അങ്ങനെ കാണുന്ന ഒരു ഡയറക്ടറാണ് മണിരത്നം സർ. അതെ. സോ മണിരത്നം സാറിന്റെ മൂവീസിലെല്ലാം ചേച്ചി ഡബ് ചെയ്തിട്ടുണ്ട്, അതെ, പക്ഷെ അഭിനയിച്ചിട്ടില്ല. അതെ. അപ്പൊ മണി സാറിനോട് ചോദിച്ചിട്ടില്ലേ, സർ ഏൻ സർ കൂപ്പിടലേ അവിടെ അങ്ങനെ ചോദിച്ചിട്ടുണ്ടോ? ഇല്ല, ഞാൻ അങ്ങനെ ചോദിച്ചിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ ഒരു ഡയറക്ടറിന്റെ പ്രൊറോഗേറ്റീവ് അതാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതും മണി സാർ മാതിരി ഉള്ള ഒരു ഡയറക്ടർ ഒരു കഥാപാത്രത്തിന് ആരാണ് അതിന്റെ ഫേസ് ആരായിരിക്കണം, എങ്ങനെയാണ് ഉണ്ടാവണം എന്നുള്ളതൊക്കെ അറിയണ ഒരു ഡയറക്ടറാണ്. കാസ്റ്റിങ്ങും അതൊക്കെ. അപ്പോൾ ഞാൻ സാറിനോട് വർക്ക് ചെയ്തിട്ടുള്ളത് ഡബിങ് ചെയ്തിട്ടുള്ളത്. സോ സാറിന് അറിയാം എങ്ങനെയാണ്, എങ്ങനത്തെ ആർട്ടിസ്റ്റ് ആണെന്ന് സാറിന് അറിയാം. പക്ഷെ അത് ഒരു ക്യാരക്ടർ കിട്ടുമ്പോൾ, ക്യാരക്ടർ വരുമ്പോൾ ഇതിന് രോഹിണി ശരിയായിരിക്കും എന്ന് തോന്നുമ്പോൾ സാർ എന്നെ വിളിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട്. അത് ഡെഫിനറ്റ്ലി ഇഫ് യു ആസ്ക്, ഇന്ത്യയിലുള്ള എല്ലാ ആർട്ടിസ്റ്റിനും മണിരത്നം സാറിന്റെ പടത്തിൽ അഭിനയിക്കണം എന്നുള്ള ഒരു ആഗ്രഹം എല്ലാവർക്കും ഉണ്ടാവും. അപ്പം അങ്ങനെ ഞാൻ വിചാരിക്കുന്നു, ഒരു നല്ല ക്യാരക്ടർ വരുമ്പോൾ മണി സാർ ഡെഫിനറ്റ് ആയിട്ട് എനിക്ക് അത് ഓഫർ ചെയ്യും. ആദ്യം ഏത് മൂവിക്ക് അല്ലെങ്കിൽ ആർക്ക് വേണ്ടിയിട്ടാണ് ആദ്യം ഡബ് ചെയ്തത് മണി സാറിന്റെ മൂവിയില്? ഇതേത്തെ തിരുടാതെ തമിഴ്, തെലുഗുല് ഗീതാഞ്ജലി എന്ന് പറഞ്ഞിട്ടാണ്. ഓക്കെ. അത് ഇറ്റ് വാസ് എ ലവ് സ്റ്റോറി ആൻഡ് ട്രെൻഡ് സെറ്റർ ആണ്. കേട്ടിട്ടുണ്ടല്ലോ പടം ഗീതാഞ്ജലി. അതിന് വേണ്ടിയിട്ടാണ് ആദ്യം ഡബ് ചെയ്തത്. ഐശ്വര്യ റായുടെ ഫസ്റ്റ് മൂവിയാണ് ഇരുവർ. അതിലും ചേച്ചി തന്നെയാണ് ഡബ് ചെയ്തത് അല്ലേ? സോ ഈ അവർക്ക് ലാംഗ്വേജ് അധികം അറിയാത്തൊരു സമയത്താണ് ഇരുവർ ചെയ്തത്. അപ്പൊ ഭയങ്കര ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ഡബിങ് എക്സ്പീരിയൻസ് ആയിരുന്നോ ഐശ്വര്യ റായ്ക്ക്? ഐശ്വര്യ ഐ തിങ്ക് ഷീസ് ഫ്രം കർണാടകയാണ്. തുളു അവിടെ നിന്നാണ്. അവർക്ക് അത്ര ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. പക്ഷെ അവർ എന്താന്ന് വെച്ചാൽ അത്രയ്ക്ക് ഒരു ഡെഡിക്കേറ്റഡ് ആർട്ടിസ്റ്റ് ആണ്. പറയണത് കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ, ആ ഡയലോഗ്സ് ഒക്കെ പഠിച്ചിട്ട് വരും. അത് മാത്രമല്ല, ആ ഒരു വലിയ ഒരു സീൻ ഉണ്ട് വേർ ഷീ കംസ് ആൻഡ് ബംബാസ് ലാൽ സാറിനെ, മോഹൻലാൽ സാറിനെ കണ്ടിട്ട് ടോക്സ് ടു ഹിം. അത് ഒരു ഷോട്ടാണ്. ആ ഒരു ഷോട്ട് അവര് സിംഗിൾ ടേക്കിൽ ചെയ്തു എന്നാണ് ഞാൻ കേട്ടത്. പക്ഷെ അത് അവരുടെ ഫസ്റ്റ് മൂവിയാണ്. ഫോർ ആൻ ആക്ടർ ഫസ്റ്റ് മൂവി അങ്ങനത്തെ ഒരു കോൺഫിഡൻസോടെ പെർഫോം ചെയ്യുക എന്നുള്ളത് വളരെ ഒരു ഷി വാസ് ഔട്ട്സ്റ്റാൻഡിങ് ഇൻ ദ ഫിലിം. അതും രണ്ട് ക്യാരക്ടർ. ദെൻ ഐ ആക്ച്വലി സാർ എന്ത് വിചാരിച്ചു എന്ന് വെച്ചാൽ രണ്ട് വേറെ ക്യാരക്ടേഴ്സാണ്, പുഷ്പ ആൻഡ് കൽപ്പന. ആദ്യം നമുക്ക് കൽപ്പനയ്ക്ക് ഓക്കെ ചെയ്തു. എന്നിട്ട് പറഞ്ഞു ഞാൻ വേറെ ആർട്ടിസ്റ്റിനെ, വേറെ ഡബിങ് ആർട്ടിസ്റ്റിനെ പുഷ്പയ്ക്ക് ഞാൻ ട്രൈ ചെയ്യാം, എന്നിട്ട് നമുക്ക് നോക്കാമെന്ന്. പിന്നെ കുറെ കഴിഞ്ഞിട്ട് ഹി സെഡ് നോ, യു ഡബ് ഫോർ ദാറ്റ് ഓൾസോ. അപ്പോൾ ഞങ്ങൾ എന്ത് വിചാരിച്ചു എന്ന് വെച്ചാൽ ഇറ്റ്സ് വി വർക്ക് ടുഗെദർ. ഇറ്റ്സ് നോട്ട് ആസ് ഇഫ് ലൈക്ക് സാർ എന്ത് പറയണോ അത് മാത്രമല്ല, നമുക്കും കൂടി ദർ ഇസ് എ സ്പേസ് ഞാൻ ഇങ്ങനെ ചെയ്യട്ടെ എന്ന് ചോദിക്കാം. അപ്പോൾ പുഷ്പയ്ക്ക് ഇത്രയും കൂടി നമ്മൾ കുറച്ചും കൂടി ഇന്നസെൻസ് ആൻഡ് ദാറ്റ് വൺ, ബട്ട് ഷീ ഈസ് ഓൾസോ വെരി പ്ലേഫുൾ എന്നുള്ളത്. നല്ലൊരു രസമുള്ള ക്യാരക്ടർ ഒരു സിനിമയിൽ തന്നെ ഡബ് ചെയ്യാൻ പറ്റും. അതും ഒരു ചലഞ്ച് ആയിരുന്നു അല്ലേ? ഐശ്വര്യ റായ് എടുത്ത അതേ ചലഞ്ച് തന്നെ ഡബിങ് ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ ചേച്ചിയും എടുത്തിട്ടുണ്ട്.